സ്നേഹന ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പാവാടയുടെ ബ്ലൗസ് ആയിട്ട് തയ്ക്കാനായിട്ടാണ്. വേണ്ടിയിട്ട് 1 മീറ്റർ വെള്ള തുണി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വെള്ള തുണീനെ ഇങ്ങോട്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. 9 ഇഞ്ചിലാണ് ഞാൻ ഇവിടുത്തെ അകലെടുത്തിരിക്കുന്നത്. 9 ഇഞ്ചിലാണ്. താഴ്ഭാഗം വരെ 9 ഇഞ്ചിൽ അളവിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പീസ് ഇവിടുന്ന് ഇങ്ങനെ മോൾ ഭാഗം വരെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പീസ് മാറ്റി വയ്ക്കുക. ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ രണ്ടാക്കി മടക്കിയിടണം. ഇറക്കം 20 എടുത്തിരിക്കുന്നത്. ഷോൾഡർ ഞാനൊരു 7 ഇഞ്ചിൽ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആം ഹോൾ എടുത്തിരിക്കുന്നത് 7.5 ഇഞ്ചിലാണ് ആം ഹോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നിന്നും 1 ഇഞ്ചിൽ ആം ഹോളിൻ്റെ കർവ് വരച്ചിട്ടുണ്ട്. അര ഇഞ്ച് വ്യത്യാസത്തിലും ഫ്രണ്ട് നെക്കിൻ്റെ ആം ഹോളും കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ചെസ്റ്റിൻ്റെ അളവ് എടുത്തിരിക്കുന്നത് ഞാൻ 10 എടുത്തിരിക്കുന്നത്. ചെസ്റ്റ് നമ്മുടെ താഴ്ഭാഗത്ത് അരവണ്ണത്തിൻ്റെ ആ ഭാഗത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 8.5 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഒരു സ്ലിറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി 3 ഇഞ്ചിൽ ഒരു സ്ലിറ്റിന് വേണ്ടി അളവപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ സ്ലിറ്റിൻ്റെ പൊളി മടക്കി തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 4 ഇഞ്ചിൽ ഞാനിവിടെ നമുക്ക് ഇവിടെ നിന്ന് ഈ ഭാഗത്തോട് വരച്ച് താഴ്ഭാഗം വരെ കട്ട് ചെയ്ത് ഈ പീസും കട്ട് ചെയ്ത് ഫ്രണ്ടും ബാക്കും നമുക്ക് വേർതിരിക്കണം. അപ്പം ഞാൻ അതിനായിട്ട് ബാക്ക് ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ബാക്ക് ഭാഗത്തിൽ നെക്ക് എടുത്തിരിക്കുന്നത് 2.25 അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് 4 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാനതൊരു ബോക്സ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി അതിനെ റൗണ്ട് ഷേപ്പിൽ തന്നെ ഒരു കർവ് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പീസ് മാറ്റണം. ഞാൻ ബാക്ക് കഴുത്തിൻ്റെ പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാക്ക് ഭാഗം മാറ്റി വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് ഫ്രണ്ട് ഭാഗം എടുക്കണം. അപ്പം ഞാനിതിന് ഫ്രണ്ടിൽ ഇതിൻ്റെ നെക്ക് പിടുത്തും അതുപോലെ തന്നെ 2.25 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം ഞാൻ എടുത്തിരിക്കുന്നത് 6.5 ഇഞ്ചിലാണ് ഫ്രണ്ടിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വി ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ചെറിയൊരു കർവ് പോലെയായിട്ടും എൻ്റെ കഴുത്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പീസ് ഇവിടുന്ന് ഇങ്ങനെ വരച്ചു കൊടുത്ത് വെട്ടി മാറ്റണം. അതുപോലെ തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഈ ഭാഗത്തും കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിന്. അപ്പോൾ അതുപോലെ നമ്മൾ ആ പീസും കുഴിച്ച് വെട്ടണം. അപ്പോൾ ഇവിടെ ഫ്രണ്ട് കഴുത്തിൻ്റെ പീസും കട്ട് ചെയ്ത് മാറ്റി കൈക്കുഴിയും കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അടുത്തത് ഞാൻ ഇതിൽ ബാക്കി പീസ് ഉണ്ടായിരുന്നു നമ്മുടെ. അപ്പോൾ നമ്മുടെ കൈ വെട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത്ര നീളത്തിലാണ് പീസ് ഇട്ടിരിക്കുന്നത്. ഞാനിതിനെ വീണ്ടും ഇങ്ങോട്ട് മടക്കിയിട്ടു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കം എടുത്തിരിക്കുന്നത് 12.5 നമ്മുടെ ഫുള്ള് കൈയുടെ ഇറക്കം കിട്ടിയിരിക്കുന്നത് 12.5 ഇഞ്ചിൽ. ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുകൾ ഭാഗത്തു നിന്ന് താഴത്തേക്ക് ഒരു 3 ഇഞ്ചിലും ഒരു അടയാളം കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നിന്ന് നമുക്ക് 3 ഇഞ്ചിലോട്ട് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. മൂന്ന് ഇഞ്ചിലോട്ട് ഞാൻ ഒരു ഷേപ്പ് വരച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ കൈയുടെ ഭാഗം 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഈ മുകളിൽ നിന്ന് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തേക്ക് ഷേപ്പ് വരച്ചു കൊടുത്തു. ഇനി ഇവിടെ നിന്ന് ഞാൻ കൈയുടെ ഈ താഴ്ഭാഗത്തേക്കാണ് എടുക്കുന്നത്. അപ്പോൾ താഴ്ഭാഗം എടുത്തിരിക്കുന്ന അളവ് 7 ഇഞ്ചിലാണ് കൈയുടെ ഭാഗം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 7 ഇഞ്ചിലോട്ട് ഒരു ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റണം.
കട്ട് ചെയ്ത് കഴിഞ്ഞു. കഴുത്തിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് മറയ്ക്കാൻ വേണ്ടിയിട്ട് കഴുത്തിൻ്റെ ഇവിടെ വെട്ടി നിന്ന പീസ് ഉണ്ടായിരുന്നു. ആ പീസ് ഇവിടെ ലൈനിങ് തുണിയുമ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റണം. ഈ ഭാഗവും കട്ട് ചെയ്ത്. അപ്പം അതിനായിട്ട് ഞാൻ ഇനി നമ്മുടെ നല്ല തുണിയുമ്പോൾ വെട്ടാൻ പോകണ നെറ്റിൻ്റെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത്. 1 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ രണ്ടാക്കി മടക്കി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിൻ്റെ ബാക്ക് ഭാഗമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ബാക്ക് ഭാഗം നമ്മുടെ തുണിയും ഒപ്പം വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ അതിൽ ബാക്ക് ഭാഗം ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടയാളം വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെയും അടയാളം വരച്ചു കൊടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ബാക്ക് ഭാഗത്തിൻ്റെ ഈ കഴുത്ത് ഭാഗം കട്ട് ചെയ്ത് നമുക്ക് ഈ പീസിന് ബാക്ക് ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഭാഗം ഇതുപോലെ തന്നെ ഈ ബാക്ക് ഭാഗം കട്ട് ചെയ്ത ഭാഗത്തിൽ തന്നെ ഫ്രണ്ടിലേക്കും ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ ഭാഗവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്രണ്ട് മാറ്റി വയ്ക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൈയാണ് കട്ട് ചെയ്ത്. ഞാൻ കൈയുടെ ഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അതിൽ ബാക്കി പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി പീസിൽ ഞാനിതിനെങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഒന്നുകൂടിയും ഒരു മടക്കും കൂടി ഞാൻ മടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇറക്കെടുക്കണത് ഫുൾ ലെങ്ത്ത് തന്നെ ഇറക്കെടുക്കണം. ഫുൾ ലെങ്ത്ത് 21 ഉണ്ട്. ആ ഫുൾ ലെങ്ത്ത് ഇറക്കം തന്നെ ഞാൻ നെറ്റിന് എടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ലൈനിങ്ങിന് കുറച്ച് എടുക്കണുള്ളൂ. ഇവിടം വരെ ലൈനിങ്ങിന് എടുക്കണുള്ളൂ. ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് നെറ്റ് പോലെ വർക്ക് ചെയ്യാനാണ് പോകുന്നത്. കൈയുടെ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്ര വരെ ലൈനിങ് ഉള്ളൂ. ഇത്രയും രണ്ട് ഭാഗത്തിൻ്റെ ഇവിടെ പ്രിൻസസ് കട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ നിന്ന് 1/2 ഇഞ്ച് വിട്ടിട്ട് മുകളിൽ നിന്ന് ഞാനൊരു 8 ഇഞ്ചിൽ ഇവിടെ അളവുപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നടുഭാഗത്തും 3.5 ഇഞ്ചിലാണ് നടുഭാഗത്തുനിന്നും ഇവിടെ അളവുപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗം വരെ 3.5 ഇഞ്ചിലാണ് അളവുപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇതിങ്ങനെ വരച്ച് കൊടുക്കുക. ഇവിടെ നിന്ന് ഈ കൈക്കുഴിയുടെ ഭാഗത്തേക്കൊരു കർവ് ഷേപ്പിൽ യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ഇവിടെ നിന്ന് ഈ താഴ്ഭാഗം വരെ നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ടാക്കി മാറ്റണം. പിന്നെ നമ്മൾ താഴ്ഭാഗത്ത് 1 ഇഞ്ചിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ഫ്രണ്ടിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പീസ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ കുറച്ച് ക്രോസ് പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.